നമസ്കാരം. വെരി ഹാപ്പി നിങ്ങൾ രണ്ടുപേരും വീണ്ടും കാണുന്നതിൽ. ലാസ്റ്റ് നമ്മൾ 2018 ആണ് കണ്ടെന്ന് തോന്നുന്നു അല്ലേ, നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും. ഐ റിമെമ്പർ ബിക്കോസ് അന്ന് നമുക്കൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. അന്നും ഇന്നും സംഭവം വളരെ എളുപ്പമാണ്, പക്ഷെ ഇപ്പോഴും ആരും തന്നെ റെഡി ടു ഈറ്റ് ചപ്പാത്തി കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും റെഡി ടു കുക്കാണുള്ളത്. ഇപ്പം 2018 മുതൽ 2026 വരെ ഈ ഒരു ഇതിനിടയ്ക്ക് കോവിഡ് വന്നു, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും വന്നു. അപ്പം നിങ്ങളുടെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാമോ? ഞങ്ങളൊരു റെസിഡൻഷ്യൽ കോളനിയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു കുടുംബശ്രീ യൂണിറ്റ് മാതിരി ഫോം ചെയ്തു. അപ്പോൾ അതിൽ നമ്മളൊക്കെ മെമ്പേഴ്സ് ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് നമുക്കതിന്ന് വിട്ടിട്ട് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ആശയം വന്നു. ജയലക്ഷ്മിയുടെ മനസ്സിലാണ് അത് തോന്നിയത്. അപ്പോൾ ഒരു 5 കിലോ ഗോതമ്പ് കൊണ്ട് റെഡി ടു ഈറ്റ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് പറ്റില്ല, വലിയ ചപ്പാത്തി വേണം, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മിഷനില്ല, ഒന്നുമില്ല. ഞങ്ങൾ 3-4 പേര് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പരത്തി ഇട്ടാണ് കൊടുത്തത്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. Now they have found the gap in the market between ready to eat chapati and ready to cook chapati. ഇപ്പോൾ കറക്റ്റായിട്ട് ഗ്യാപ്പ് കണ്ടുപിടിച്ച് ആ ഫോർമുല എങ്ങനെ ക്രാക്ക് ചെയ്തു? ചപ്പാത്തി സാധാരണ പച്ചവെള്ളത്തിലൊക്കെ കുഴച്ച് ഉണ്ടാക്കാറുള്ള പതിവ്. പക്ഷെ ഞാനത് നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ച് നോക്കി. അപ്പോൾ കുഴച്ച് നമ്മൾ അത് അങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ മറ്റേതും ഇതും തമ്മിൽ 2 ഡിഫറൻസ് തോന്നി. മറ്റേ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്നതും ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമുണ്ട്. അപ്പോൾ ഇതിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കുറച്ച് ഓയിൽ, സോൾട്ട്, നത്തിങ്, വേറെ വളരെ കുറച്ച് ഓയിൽ, ഒരു ജസ്റ്റ് അതൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. സോ ഒരു റെഗുലർ കസ്റ്റമർ when they walk in our supermarket, അവിടെ റെഡി ടു ഈറ്റ് ചപ്പാത്തി ഉണ്ട്, റെഡി ടു കുക്ക് ചപ്പാത്തി ഉണ്ട്. റെഡി ടു കുക്ക് ഒരു 4-5 ദിവസത്തിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. പക്ഷെ റെഡി ടു ഈറ്റ് അത് മാക്സിമം 1 day അല്ലേ. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി വിത്തൗട്ട് പ്രിസർവേറ്റീവ്സ് കുട്ടികൾക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. സോ അതിൻ്റെ ചാലഞ്ചസ് എന്തായിരുന്നു വെൻ യു ആർ തിങ്കിങ് ഓഫ് ദ പ്രോഡക്റ്റ്? ഏറ്റവും വലിയ ചാലഞ്ച് നമുക്ക് റിട്ടേൺ വരണതായിരുന്നു. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയാം പിറ്റേ ദിവസം ഒരുപാട് കംപ്ലയിൻറ്റ്സ്, പൂപ്പൽ വന്നു, അത് വന്നു, ഇതെല്ലാം ഉണ്ടാവും, ഒരു മോയിസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൽ. അതായിരുന്നു ഞങ്ങളുടെ ചാലഞ്ച്. പക്ഷെ നമ്മളത് വിചാരിച്ച് സാരമില്ല, കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടും എന്നുള്ള വിചാരിച്ച് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് ലോസ് ഞങ്ങൾ സഹിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ആദ്യം എന്തായാലും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസ്? ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് ശർക്കര വരട്ടി. അത് മാത്രം, അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതിന് ഓണക്കാലമായ ഭയങ്കര ഡിമാൻഡാണ്. അപ്പം അത് ഞങ്ങൾക്കൊന്ന് പ്രൊമോട്ട് ചെയ്യണം. ഹെൽത്ത് ഇസ് വെൽത്ത്, അത് നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നതാണ്. സോ പ്രിസർവേറ്റീവ് ഫ്രീ, പെസ്റ്റിസൈഡ് ഫ്രീ, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അതിനൊരു വേറെ മാർക്കറ്റ് തന്നെ ഉണ്ട്. അപ്പൊ അത് തന്നെ അത് കണ്ടിന്യൂ ചെയ്തോളൂ. അതെ, അങ്ങനെ ഞാൻ വിചാരിക്കണേ. അത് കാരണം ഒരു ചെറിയൊരു ഷോപ്പ് ഇടണം, കുറച്ചും കൂടി ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു റെഡി ടു ഈറ്റ് ചപ്പാത്തി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് വാങ്ങിയെങ്കിലും അങ്ങനെ ഒരു തീർച്ചയായിട്ടും നമ്മളുടെ പ്രോഡക്റ്റില് നമ്മളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു മായില്ലാത്ത പ്രോഡക്റ്റ് ആണല്ലോ നമ്മൾ ഇറക്കുന്നത്, അത് നമുക്കൊരു വിശ്വാസം. അപ്പൊ ഇങ്ങനത്തെ ഒരു ചെറിയ ഐഡിയ, സ്മോൾ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെ. സോ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഏറ്റവും വലിയ പരസ്യമാണത്. ഭയങ്കര സന്തോഷം. നിങ്ങളെ ഞാൻ നമ്മൾ തുടങ്ങിയത് മുതൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. We have grown together. Exactly, 100%. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വേഗം തന്നെ കട തുടങ്ങൂ. ഞങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.